അപ്പോൾ നമ്മൾ അടുത്ത് മലപ്പുറം മോട്ടോഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്കാട്ടോ. കുറേ വണ്ടികൾ കയറിയിട്ടുണ്ട്. എല്ലായിടത്തും 2 യാർഡിലായിട്ട് കുറേ വണ്ടികളുണ്ട്. അപ്പോൾ ഒരു 15-20 ഇന്നലെ നമ്മളൊരു 15 വണ്ടി പുതിയ വണ്ടികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നും ഇന്നലെയും കയറിയ കുറച്ച് വണ്ടികളും ഒരു 10-15 പുതിയ വണ്ടികളും കൂടി നമ്മൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ്. ഇതിന് 2-3 വണ്ടി ഇന്നലെ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ഐഡിയ ഉള്ള വണ്ടികൾ 2 ലക്ഷം റുപ്യാൻ്റെ ലെവൽക്കൊക്കെ കേട്ടൻ ഓട്ടോമാറ്റിക്കൊക്കെ ഇപ്പം ഇന്ന് കയറിയതുണ്ട്. അതേ പുതിയ മോഡൽ ഐട്ടണൊക്കെ ഇന്നലെ കയറിയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു 10-15 വണ്ടികൾ 2 യാർഡിൽ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ പോന്നോളൂ. എർട്ടിക്ക, വാഗണറാൾ, ബീറ്റ്, ചാർലറ്റിൻ്റെ, ആൾട്ടോ, അൾട്ടോണൂറ്, ഇയോണ്, ഏത് വണ്ടിയാണ് വേണ്ടി ചെറു വണ്ടികൾ വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി. എല്ലാ വണ്ടികൾക്കും ഗ്യാരണ്ടി നിങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ ഒക്കെ ഗ്യാരണ്ടി തരും. നിങ്ങളെ നാട്ടിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ശേഷം നമ്മൾ പേരിന് മാറുള്ളൂ. അപ്പോൾ കമൻറ്റിൽ പല അതാണ് ഇതാണ് പറ്റിക്കാണ് വില കൂടുതൽ. വില നിങ്ങൾക്ക് ഐഡിയ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമുക്ക് പറ്റുന്നത് നമ്മൾ ചെയ്യും. വീഡിയോയിൽ പറയുന്ന വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ ചെയ്ത് തരും. നിങ്ങൾക്ക് ഐഡിയ ഉള്ള വണ്ടി ഉണ്ടെങ്കിൽ മാത്രം വിളിക്കുക. അപ്പോൾ 2-3-4 നമ്പർ കൊടുക്കുള്ളൂ. ലൊക്കേഷന് കാറ്റലോഗ് ഒക്കെ തരും. കാറ്റലോഗിലൊന്നും ചിലപ്പോൾ ഫുള്ള് വണ്ടികൾ കയറ്റിയിട്ടുണ്ടാവില്ല. എന്നാലും നിങ്ങൾക്ക് ഏത് വണ്ടി നമ്മൾ വീഡിയോയിൽ പറയുന്നത് അതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ വിട്ടുതരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുത്താൻ പോണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വണ്ടി പറയുന്നത് നമ്മളൊരു കിഡിൽ അൾട്ടണ്ണൂറാട്ടോ. അൾട്ടണ്ണൂർ ഇത് ഇന്നലെ കയറിയ വണ്ടിയാണ്. LXI ആണ്. ബോഡി സ്റ്റിക്കർ കാര്യമൊക്കെ വരുന്ന വണ്ടി കേട്ടോ. നല്ല AC ഫാസ്റ്റാർ, 2 ഡോർ വിൻഡോ. ഇതിൻ്റെ പേപ്പർ വേണമെങ്കിൽ നമുക്ക് നോക്കാം. സെക്കൻഡ് ഓണർഷിപ്പാണ്. റീപ്ലേസ് കാര്യമൊന്നുമില്ല. പിന്നെ നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയിട്ട് 1 ലക്ഷം കിലോമീറ്റർ ഓടിയ നല്ല ഒറിജിനാലിറ്റി അൾട്ടോണൂറ് LXI കേട്ടോ. ഇത് പാർക്കിംഗ് സെയിലിന് ഇട്ടതാണ്. നമുക്ക് മാക്സിമം ലോണും കാര്യമൊക്കെ കിട്ടും കേട്ടോ. അതിമേ ഒരു 20 ഉറുപ്പ്യൊക്കെ ഡൗൺ പേയ്മെൻ്റ് ഉണ്ട്. ഡിക്കി സ്പോയിലർ കാര്യം, AC ഫാസ്റ്റാർ, ടയറൊക്കെ ഒരു 50% ടയർ കാര്യമൊക്കെ ഉണ്ട്. നല്ലൊരു ഒറിജിനാലിറ്റി അൾട്ടണ്ണൂറ് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളവർ വിളിച്ചോളി. നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കണ്ട് കൊടുക്കാം. നല്ല ക്വാളിറ്റിക്കാരൻ. അത് ഇന്നലെ കയറിയ വണ്ടിയാണ്. പിന്നെ പാർട്ടീൻ്റെ വണ്ടിയാണ്. ഒരു പാർക്കിംഗ് സെയിലിന് ഇട്ടാണ് നമുക്ക് വണ്ടി. അതേപോലെ തന്നെയാണ് അടുത്ത വാഗണറാട്ടോ. ആരെങ്കിലും ചെറിയ റേഞ്ചിലുള്ള വാഗണർ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നല്ല കിഡിലെ വണ്ടി കേട്ടോ. നല്ല അടിപൊളി സീറ്റ് കവർ കാര്യം, AC ഫാസ്റ്റാർ, 2 ഡോർ വിൻഡോ ഒക്കെ വരുന്ന LXI ഓപ്ഷൻ കേട്ടോ. LXI ആകുമ്പോൾ AC ഫാസ്റ്റാർ, 2 ഡോർ വിൻഡോ, കമ്പനി സെറ്റ് കാര്യമൊക്കെ വരും. K സീരീസ് കേട്ടോ. പുതിയ ന്യൂ മോഡൽ വണ്ടി. ആരെങ്കിലും ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പൈസക്ക് കൊടുക്കാം കേട്ടോ. ഇത് റിനീവൽ സെപ്റ്റംബറിൽ വരുന്നുണ്ട്. ഇനി റിനീവൽ പുതിയ എടുത്തുകൊണ്ടാണെങ്കിൽ അങ്ങനെ 1,75,000 രൂപക്ക് റിനീവൽ എടുത്തു കൊടുക്കാം കേട്ടോ. 1,75,000. ഇനി അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ റിനീവലിൻ്റെ പൈസ കുറച്ചിക്കാണ്ട് നമുക്കൊരു 1,60,000 വേണമെങ്കിൽ ഈ കണ്ടീഷനിലും കൊടുക്കാം. റിനീവൽ ആവണുള്ളൂ. റിനീവൽ പറഞ്ഞാൽ സെപ്റ്റംബർ വരെ ഉണ്ട്. അപ്പോൾ പുതിയ പേപ്പറിൽ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുക. അല്ല നിങ്ങൾ അന്ന് വേണമെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. 2ാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. സെപ്റ്റംബറിലാണ് പേപ്പർ വരിക. AC ഫാസ്റ്റാർ, പവറിൻ്റെ ഒക്കെ വരുന്ന LXI കിഡിലും വാഗണറുണ്ടോ. തട്ടുമുട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇഞ്ചർ റൂമൊക്കെ വേണമെങ്കിൽ ഞാൻ തുറന്ന് കാണിച്ചു തരാം. നല്ല കണ്ടീഷനിലെ വണ്ടിയാണ്. നല്ലൊരു കിഡിലും വാഗണർ. ആവശ്യമില്ലവർ വിളിച്ചോളി. പുതിയ ന്യൂ ടൈപ്പ്. അതേമാതിരി ഡിസയർ ഏത് വണ്ടി വേണമെങ്കിലും ഉണ്ട് കേട്ടോ. ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ വിളിച്ചാൽ മതി. നമ്മളൊരു 10-15 വണ്ടി മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ. നിങ്ങൾക്ക് ഏത് വണ്ടിക്കാണ് വിളിക്കണമെന്ന് വെച്ചാൽ നമ്മൾ കാറ്റലോഗ്, ലൊക്കേഷന് കാര്യമൊക്കെ വിട്ടുതരും. വാഗണർ ചോദിക്കണ ചെറിയ റേഞ്ചിൽ 2 രൂപേൻ്റെ താഴെ നല്ല വാഗണർ ചോദിക്കുന്നവർക്ക് ഗ്യാരണ്ടി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണിത്. ഇതൊക്കെ ഇന്നലെ പുതിയ വണ്ടി കയറി കേട്ടോ. ഇഞ്ചർ റൂമൊക്കെ നല്ല ഇഞ്ച അപ്രോണോ കാര്യമോ പോലെ തട്ടോ മുട്ടോ കാര്യമൊന്നുമില്ല. പക്ക വണ്ടി. പാല് കാര്യമൊന്നും മാറിയിട്ടില്ല. അപ്രോണ് കാര്യങ്ങളൊന്നും ഒരു ബോണ്ടോ ഒന്നും പൊട്ടിച്ചാത്ത വണ്ടി കേട്ടോ. ആരെങ്കിലും ഒരു K സീരീസ് വാഗണർ 2 രൂപേൻ്റെ താഴെ പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണെങ്കിൽ 1,75,000 രൂപക്ക്. ഇനി അല്ല ഈ കണ്ടീഷനിൽ നിങ്ങൾ പേപ്പർ എടുക്കുകയാണെങ്കിൽ അത് എടുത്താൽ മതി. നമുക്ക് അക്ഷയിൽ നിന്ന് ടാക്സ് എടുക്കാൻ റിനീവലിന് 2,000 റുപ്യ വരുള്ളൂ. ആകെ ഒരു 10-15 റുപ്യേൻ്റെ ഉള്ളിൽ ബോഡിമൊന്നും ഒരു പണിയില്ല. അങ്ങനെ വണ്ടികൾക്ക് അങ്ങനെ എടുക്കാം. അതേപോലെ തന്നെയാണ് ഇനി ഓട്ടോമാറ്റിക് ആയിരിക്കും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചോളി. ചെറിയ റേഞ്ചിൽ VXI കേട്ടോ.
കേട്ടന ഓട്ടോമാറ്റിക് 2,15,000 രൂപക്ക് നമ്മൾ 2014 മോഡൽ 15 രജിസ്ട്രേഷനിലെ ഓട്ടോമാറ്റിക് കയറ്റം കൊടുക്കണം കേട്ടോ. ചെറിയ വിലക്ക് ഫുള്ള് ലോണും കിട്ടും കേട്ടോ. ഇതിമൊക്കെ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ലോൺ ഓട്ടോമാറ്റിക് ഗിയറും കാര്യമൊക്കെ വരുന്ന വണ്ടിയാണ്. VXI ആണ് കമ്പനി സെറ്റ്. കാര്യം AC പവർ സ്റ്റാൻഡ് പവറിൻ്റെ ഒക്കെ വരും. ചെറിയ റീപ്ലേസിലുള്ള വണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ റേഞ്ചിൽ കൊടുക്കണവർ. കേട്ട 14-15 അൾട്ടർണറും കൂടി നമുക്ക് ഈ റേഞ്ചിൽ കിട്ടില്ല. ആ റേഞ്ചിലാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇത് പേപ്പറും കാര്യമൊക്കെ ഇതിലുണ്ട്. 15 2-ാം മാസം വണ്ടി കേട്ടോ. 2015 2-ാം മാസം വണ്ടി. മോഡൽ 14 ഉണ്ടാവുള്ളൂ. 15 2-ാം മാസം വണ്ടി. അപ്പോൾ പേപ്പറൊക്കെ നോക്കുമ്പോൾ 15-30 വരുള്ളൂ. അപ്പോൾ നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടി. ഇത് ചെറിയ റീപ്ലേസ് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ബോണറ്റ് തുറന്നിട്ട് ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. അതുകൊണ്ടാണ് ഈ റേറ്റിന് നമ്മൾ കൊടുക്കണേ. ഉണ്ടോ, ചെറിയ ആപ്രോണിൻ്റെ ചെറിയൊരു അരുവിൽ ചെറിയൊരു വർക്ക് ഉണ്ട്. അതുകൊണ്ടാണ്. വേറെ ഉപയോഗിക്കുന്നവർക്കൊരു പ്രശ്നമോ കാര്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എവിടെ വർക്ക്ഷോപ്പിൽ വേണമെങ്കിലും കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എടുത്താൽ മതി. 2,15,000 രൂപക്ക് 2015 2-ാം ഒരു കിഡിലും ഇന്നലെ കയറിയ വണ്ടിയാണ് ഐറ്റണ കേട്ടോ. ഐറ്റണ ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നല്ല ഒറിജിനാലിറ്റി 5 കൊല്ലം പേപ്പർ എടുത്ത വണ്ടി കേട്ടോ. പുതിയ റിന്യൂവലാണ്. 2011 മോഡല്. വെറും 56,000 കിലോമീറ്റർ ഓടിയ നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി കേട്ടോ. ഇന്റീരിയർ കാര്യമൊക്കെ പറഞ്ഞാൽ നല്ല വൃത്തിയില്ല വണ്ടി കേട്ടോ. അതിന്റെ ഉള്ളിൽ ആൻഡ്രോയിഡ് സെറ്റ് കാര്യമൊക്കെ ഉണ്ട്. നല്ല ടച്ച് സ്ക്രീൻ, ആൻഡ്രോയിഡ് സെറ്റ്, സീറ്റ് കവർ, AC പവർ സ്റ്റാൻഡ്, 2 ഡോർ വിൻഡോ ഒക്കെ വരുന്ന ഇറാ പ്ലസ് കേട്ടോ. നല്ല വൃത്തിയാണ്. ഇത് വണ്ടികൾ ഇങ്ങനെ മുട്ടിച്ചിട്ടോണ്ട് ഗ്യാപ്പില്ല. നിങ്ങൾക്ക് ഏത് വണ്ടിന്റെ ഫോട്ടോ ഡീറ്റെയിലും വേണമെങ്കിൽ നമ്മൾ തരും. അത്യാവശ്യം നല്ല ഇന്റീരിയർ സ്പേസ് ഒക്കെ ഉള്ള ഒരു വണ്ടിയാട്ടോ. ഐറ്റണ് 55 കിലോമീറ്റർ ഓടിയ 5 കൊല്ലം പേപ്പർ ഇല്ല വണ്ടി. 1,25,000 നമ്മൾ ചോദിക്കണത് പുതിയ പേപ്പർ എടുത്തിട്ട്. 2011 മോഡലാണ്. നമുക്ക് എന്തേലും വില നെഗോഷ്യബിൾ ആണ്. 1,20,000 ഒക്കെ ഫൈനൽ കിട്ടുകയാണെങ്കിൽ 5 കൊല്ലം പേപ്പർ എടുത്തുകാണ്ട് നമുക്ക് ഇത് കൊടുക്കട്ടോ. 2011 മോഡല് 56,000 കിലോമീറ്റർ ഓടി ഐറ്റം വണ്ടി കേട്ടോ. ആവശ്യമില്ലല്ലോ വിളിച്ചോളി. നല്ല കുറെ വണ്ടികളുണ്ട്. അതേമാതിരി VXI അൾട്ടർണൂറൊക്കെ വേണമെങ്കിൽ ഉണ്ട് കേട്ടോ. നല്ല കിഡിലെ വണ്ടി. സെക്കൻഡ് ഓണർ. 82,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ്. KL 52 H 9127 കേട്ടോ. നല്ലൊരു കിഡിലും വണ്ടിയാണ്. നമുക്ക് 15 മോഡലാണ്. 2,15,000 രൂപ ചോദിക്കണേ. ഇതേ മോഡൽ തന്നെ അൾട്ടർണൂർ ഗ്രേ കളർ ഉണ്ട്. ചെറിയ റീപ്ലേസിലെ അത് നമുക്ക് 1.5 റുപ്യ കൊടുക്കട്ടോ. ഇതൊരു റീപ്ലേസ് ഇല്ലാത്ത നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി. VXI ആണ്. ഇത് സെൻട്രൽ ലോക്ക് വരും. കമ്പനി സ്പീക്കർ വരും. ഡിക്കി സ്പോയിലർ വരും. LXIന്റെ മുകളിൽ വരുന്ന ഓപ്ഷനാണ്. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക. ഇതിമൊക്കെ ഒരു 10, 20, 30 റുപ്യ ഡൗൺ പേയ്മെന്റ് ഉണ്ട്. ബാക്കി ബാങ്ക് ലോൺ ചെയ്യാൻ പറ്റിയ ഒരു ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് അൾട്ടർണൂർ കേട്ടോ. നമുക്ക് ഫൈനൽ ഒരു 2.10 കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊടുക്കട്ടോ. പിന്നെ കുറെ വണ്ടികളുണ്ട് കേട്ടോ. ആൾട്ടകളൊക്കെ അവിടെ 1,00,000 റുപ്യക്കൊക്കെ പുതിയ പേപ്പർ എടുത്ത് 29 വാഗണർ എസ്റ്റാർ ഒക്കെ ഉറുപ്പ്യാന്റെ റേഞ്ചിലുണ്ട് കേട്ടോ. നമ്മൾ കുറഞ്ഞ വണ്ടികൾ മാത്രം ചെയ്യണ നാനകളൊക്കെ വേണം. അതിന്റെ നാനൊക്കെ 54,000 റുപ്യക്ക് നാനുണ്ട്. പെട്രോൾ ബീറ്റ് വേണമെങ്കിൽ അവിടെ 2013 1.10 ഇവിടെ വേണമെങ്കിൽ പെട്രോൾ ബീറ്റ് LT ഫുൾ ഓപ്ഷൻ വണ്ടി വേണമെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഉണ്ട്. റീപ്ലേസ് കാര്യമൊന്നും ഇല്ലാത്ത വണ്ടി. ഇതൊക്കെ നമുക്കൊരു 4 റുപ്യ റേഞ്ചിൽ എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഡിസയർ ഒക്കെ നമുക്ക് 2013 മോഡലൊക്കെ 2.75 ഡിസയർ VDI ഫുൾ ഓണിൽ കൊടുക്കാം. 2017 മോഡല് XUV ആണ്. TUV ആണ് മഹീന്ദ്രന്റെ വണ്ടി. 8 സീറ്റർ വണ്ടി. 2017 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കണേ. നമുക്ക് 5,00,000 റുപ്യ കൊടുക്കട്ടോ. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ അൾട്ടോ LXI 2011 നല്ല വൃത്തിയുള്ള അൾട്ടോ AC പവർ സ്റ്റാരിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ്. നമുക്ക് 1,20,000 രൂപക്ക് നല്ല ക്വാളിറ്റിക്കാരൻ അൾട്ടോ കൊടുക്കട്ടോ. അതേപോലെ തന്നെ ഇയോണൊക്കെ നല്ല 2012-13 റൈസറിലുള്ള വണ്ടിയാണ്. അത് നമുക്ക് വേണമെങ്കിൽ 1.40 കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കട്ടോ. അമേസ് വേണമെങ്കിൽ ഡീസൽ അമേസ് 2015 കേരള വണ്ടിയാണ്. മാക്സിമം ഫുള്ള് ലോണിൽ കൊടുക്കട്ടോ. ഉറുപ്പ്യ മുടക്കാതെ 4,00,000 രൂപക്ക് കൊടുക്കാം. അതേപോലെ തന്നെ പോളോ ആണെങ്കിൽ 2015 മോഡൽ പോളോ ആണ്. അത് നമുക്ക് 2,50,000 രൂപക്ക് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം.
അതേപോലെ തന്നെ 2012 VXI സിംഗിൾ ഓണർ വാഗണർ ആണ്. 2,50,000 രൂപ നമുക്ക് ചോദിക്കണേ. ഒരു 1,5 ബാങ്ക് ലോൺ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഷിഫ്റ്റ് ന്യൂ ടൈപ്പ് ആണ്, ഡീസൽ വണ്ടിയാണ്. ഇത് നമുക്ക് ഫുള്ള് ലോണിൽ 5 ലക്ഷം രൂപക്ക് കൊടുക്കട്ടെ. 2018 ഡീസല് ഷിഫ്റ്റ് ഡീസൽ വണ്ടി ആണെങ്കിൽ ന്യൂ ടൈപ്പിൽ വേണ്ട വണ്ടിയാണ്. 5 ലക്ഷം രൂപക്ക് ഫുൾ ലോണിൽ കൊടുക്കാം. അതേപോലെ തന്നെ 2012 മോഡൽ അൾട്ടണ്ണൂറാണ്, അല്ല ആൾട്ടോ ആണ്. പഴയ ടൈപ്പില് നല്ല അടിപൊളി ഇന്റീരിയർ കാര്യമൊക്കെ അല്ല, സിംഗിൾ ഓണർഷിപ്പിൽ അടക്കണേ. 1,25,000 രൂപ നമ്മൾ ചോദിക്കണം. 1,20,000 ഇതും കൊടുക്കാം. 2012 27 വരെ പേപ്പറിൽ വണ്ടി. അതേപോലെ തന്നെ നല്ല കിടിലം വാഗണർ 17 ആണ്. 17 നമുക്ക് മാക്സിമം ഫുൾ ഓണിൽ കൊടുക്കാം. 3,500 കൊടുക്കാം. പെട്രോൾ ബീറ്റ് വേണമെങ്കിൽ 2013 പെട്രോൾ ആണ്. നല്ല സെക്കൻഡ് ഓണർ AC പവർ സ്റ്റാറിംഗ് പവറിന്റെ ഒക്കെ വരുന്ന നല്ല വണ്ടി കേട്ടോ. പെട്രോൾ ബീറ്റ് ആയിരിക്കും 1,10,000 രൂപ കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് നാനോ ട്രിസ്റ്റ് 16 ഡിക്കി ഓപ്പൺ പവർ സ്റ്റാരിംഗ് ഒക്കെ വരുന്ന 1,20,000 കൊടുക്കാം. 2015 അൾട്ടണ്ണൂറ് ബോണറ്റ് ചെറിയ റീപ്ലേസിന്റെ ഫുൾ ഓണിൽ കൊടുക്കാം. 1,5 ലക്ഷം രൂപ കേട്ടോ. ഏത് വണ്ടി വേണമെങ്കിലും വിളിച്ചാൽ നാനോ 2013 AC പവറിന്റെ ഒക്കെ വരുന്ന വണ്ടി 53 രൂപ കൊടുക്കാം. നല്ല 27 വരെ പേപ്പറൊക്കെ അല്ലേ. LXI അൾട്ടോ നമുക്ക് AC പവർ സ്റ്റാരിംഗ് ഒക്കെ വർക്കിംഗ് നല്ല ക്വാളിറ്റിക്കാര് 65 റുപ്യ കൊടുക്കാം. ഇതേപോലെ തന്നെ 2006 മോഡൽ AC പവർ സ്റ്റാരിംഗ് ഒക്കെ വരുന്ന വണ്ടി ആൾട്ടോ 65 റുപ്യ കൊടുക്കാം. 2009 മോഡൽ 29 വരെ പേപ്പറിൽ ആൾട്ടോ നമുക്ക് 95 റുപ്യ കൊടുക്കാം. 2003 28 വരെ പേപ്പറിൽ MTFI മാരുതി AC ഒക്കെ വർക്കിംഗ് ഉള്ള വണ്ടി 55 റുപ്യ കൊടുക്കാം. 2007 മോഡൽ MTFI മാരുതി AC ഒക്കെ ഉള്ള വണ്ടി തന്നെ നമുക്ക് 55 റുപ്യക്ക് ഇതും കൊടുക്കാം. അതേപോലെ തന്നെ 2008 മോഡല് 9 റേസറിലെ 29 വരെ പേപ്പറൊക്കെ ഉള്ള ആൾട്ടോ ആണ്. ഇത് നമുക്ക് 95 റുപ്യ കൊടുക്കാം. അരേവിയില് 4 പുത്തൻ ടയറൊക്കെ അല്ല ഫോർഡ് ഫിഗോ ഡീസൽ വേണമെങ്കിൽ നമുക്ക് 1,30,000 കൊടുക്കാം. A സ്റ്റാർ ZXI നമുക്ക് 1 ലക്ഷം രൂപക്ക് A സ്റ്റാർ ZXI കൊടുക്കാം. 29 വരെ പേപ്പറിലെ സിംഗിൾ ഓണർഷിപ്പിൽ വാഗണർ ആണെങ്കിൽ നമുക്ക് 1 റുപ്യക്ക് സിംഗിൾ ഓണർ വാഗണർ 28 വരെ പേപ്പറിലെ വണ്ടി കൊടുക്കാം. സെന്നു ആണെങ്കിൽ നമുക്ക് 65 റുപ്യക്ക് സെൻ കൊടുക്കാം. 67 ചോദിക്കണം, 65 റുപ്യ കൊടുക്കാം. അതേപോലെ തന്നെ ആൾട്ടോ 12 ആണെങ്കിൽ ആൾട്ടോ 12 വേറെ റെഡ് കളർ കൊടുക്കാം. 12 വൈറ്റ് ആണെങ്കിൽ വേറെ നമുക്ക് 1,4 റുപ്യക്ക് 2012 ആൾട്ടോ LXI തന്നെ കൊടുക്കാം. നല്ല ക്വാളിറ്റിക്കാരം. LX ആണെങ്കിൽ 65 റുപ്യക്ക് LX കൊടുക്കാം. AC പവർ സ്റ്റാരിംഗും ഒക്കെ അല്ല വാഗണർ 2003 മോഡലാണ്. ചെറിയ പഠിത്തക്കാർക്കും ഒക്കെ പറ്റിയ ഒരു വണ്ടിയാണ്. 65 റുപ്യക്ക് വാഗണർ AC പവർ സ്റ്റാരിംഗ് ഒക്കെ അല്ല വണ്ടി കൊടുക്കട്ടോ. എർട്ടിക ആണെങ്കിൽ എർട്ടിക കൊടുക്കും നമ്മള്. നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി 1,12 ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. റീപ്രൈസ് കാര്യമൊന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസിൽ 1,12 ഓടിയ എർട്ടിക കേട്ടോ. ആരവിയില് പുതിയ ടയർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി നമുക്ക് കേട്ടോ. ഓഫർ പ്രൈസിന് കൊടുക്കട്ടോ. 3,80,000 രൂപക്ക് കൊടുക്കട്ടോ. 3 MB 2012 ലാസ്റ്റ് വണ്ടി കേട്ടോ. അതേപോലെ തന്നെ ഇതൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു. 2011 മോഡല് മറ്റേ മൈക്ര ബട്ടൺ ഷാർട്ടിങ് കാര്യമൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ XV വണ്ടി കേട്ടോ. നമുക്ക് ചെറിയ പൈസ കൊടുക്കട്ടോ. 1,60,000 രൂപക്ക് ആൻഡ്രോയിഡ് സെറ്റ് കാര്യമൊക്കെ ഉണ്ട്. AC പവർ സ്റ്റാറിംഗ് ബട്ടൺ ഷാർട്ടിങ് ബാക്ക് വൈഫറൊക്കെ വരുന്ന വണ്ടി. അതേപോലെ തന്നെ 2010 പുതിയ 5 വർഷം പേപ്പർ എടുത്ത റിക്സ് വേണമെങ്കിൽ നമുക്ക് 1,85,000 കൊടുക്കട്ടോ. അതേ വരെ തന്നെയാണ് 2010 മോഡൽ പുതിയ പേപ്പർ എടുത്ത വണ്ടി തന്നെയാണ്. 30 വരെ പേപ്പറിലെ ഷിഫ്റ്റ് വേണമെങ്കിൽ അത് നമുക്ക് 1,85,000 കൊടുക്കാം. കേട്ടന് വേണമെങ്കിൽ നമുക്ക് 2013 1,3,4 കൊടുക്കാം. ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് ബീറ്റ് വേണമെങ്കിൽ 90 റുപ്യ കൊടുക്കാം. 2013 മോഡൽ GD നമുക്ക് ലിവ വേണമെങ്കിൽ 3 ലക്ഷം റുപ്യക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കട്ടോ. 2013 മോഡല് GD ലിവയാണ് 3 ലക്ഷം രൂപക്ക്. ഒരു 2.5 2,3,4 ചിലപ്പോ ബാങ്ക് ലോൺ ചെയ്യാം. അതേപോലെ തന്നെ 2014 മോഡല് റിക്സ് VDI ആണെങ്കിൽ നമുക്ക് 3,20,000 കൊടുക്കാം. ഒരു 3 ലക്ഷം റുപ്യൊക്കെ ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 2014 VDI ഡീസൽ റിക്സ് കേട്ടോ. അതേപോലെ തന്നെ വെറും 20 കിലോമീറ്റർ ഓടിയ ന്യൂ ടൈപ്പിൽ കിടക്കുന്ന ഷിഫ്റ്റ് ആണ്. 2021 മോഡലാണ്. 9ാം മാസം വണ്ടി. നല്ല 27,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന VXI വണ്ടി കേട്ടോ. നമുക്ക് മാക്സിമം 6,40,000 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കട്ടോ. അതേമാതിരി ഡീസൽ വണ്ടി ക്രൂസ് സൺറൂഫ് ഒക്കെ അല്ല ചെറിയ വണ്ടി ആർക്കേലും വേണമെങ്കിൽ 5 കൊല്ലം പേപ്പർ എടുത്ത വണ്ടി കേട്ടോ. 2011 മോഡല് പേപ്പർ എടുത്ത ക്രൂസ് ഡീസൽ LT ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. അരവിയില് കാര്യമൊക്കെ വരുന്ന ഫുൾ ലോഡ് വണ്ടിയാണ്. 2,75,000 കൊടുക്കട്ടോ.
അതേപോലെ തന്നെയാണ് നമുക്ക് നിസാന്റെ ഡാർസം ആണെങ്കിൽ 2018 സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. റീപ്രൈസ് കാര്യമൊന്നുമില്ല. 80,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടി 2 ലക്ഷം രൂപ കൊടുക്കട്ടോ. മാക്സിമം ഒരു 160 170 ലോൺ ചെയ്യാം. ഡീസൽ ഷിഫ്റ്റ് പുതിയ മോഡല് 15 കിടക്കുന്ന മിററൊക്കെ ഓട്ടോമാറ്റിക് മടക്കുന്ന കമ്പനി സെറ്റ് ഒക്കെ വരുന്ന വണ്ടി 14-15 റേസറിൽ അലവിയില് കാര്യമൊക്കെ അല്ലേ. സെക്കൻഡ് ഓണർഷിപ്പ് 120 ഓട്ടോ. റീപ്രൈസ് കാര്യമൊന്നുമില്ല. അത് നമുക്ക് 4 ലക്ഷം രൂപക്ക് 3.5 ഉറുപ്പിക ലോൺ എടുക്കാം. ഏത് വണ്ടിയാലും നിങ്ങൾക്ക് സംശയങ്ങൾ എന്താ ഓട്ടം കിലോമീറ്റർ ഓണറൊക്കെ ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒക്കെപ്പാട് പറയുമ്പോ ചിലപ്പോ ഒന്നായിട്ട് പറയുമ്പോ നമുക്ക് ഓർമ്മ കിട്ടൂല. അപ്പൊ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചോളി. നമ്മളതിന്റെ ലൊക്കേഷന് കാറ്റലോഗ് കാര്യങ്ങളൊക്കെ വിട്ടുതരും. ന്യൂ ടൈപ്പ് ഓട്ടോമാറ്റിക് വാഗണർ ആണെങ്കിൽ നമുക്ക് ഫുൾ ഓണിൽ കൊടുക്കട്ടോ. ZXi ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ബാക്ക് വൈപ്പർ, കമ്പനി സ്റ്റീരിയോ, 4 ഡോർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ് ഒക്കെ വരുന്ന ZXi ന്യൂ ടൈപ്പ് വാഗണർ ഓട്ടോമാറ്റിക് 475-ന് 2019 ഫുൾ ഓട് വണ്ടി ഫുൾ ഓണിൽ കൊടുക്കട്ടോ. അതേപോലെ തന്നെ ഡിസയർ വേണമെങ്കിൽ 28 വരെ പേപ്പറിലെ 2008 മോഡൽ ഡിസയർ നമുക്ക് 1.60-ന് കൊടുക്കാം. 2011 മോഡൽ AC ഒക്കെ വർക്കിങ്ങിലെ ന്യൂ ടൈപ്പ് ഡിജിറ്റൽ മീറ്റർ സീറ്റൊക്കെ ഒന്നായിട്ട് ഐറ്റിൽ വരുന്ന വണ്ടി നമുക്ക് വെറും 85,000 രൂപ കൊടുക്കാം. 85 ഉറുപ്യ മാക്സിമം ഇതുമാതിരി 80 ഉറുപ്യ 85 ഉറുപ്യ ഒക്കെ ലോണും ചെയ്യട്ടോ. അതേപോലെ തന്നെ കുറെ വണ്ടികൾ നാളെ മറ്റന്നാൾ അവിടെ കുറഞ്ഞ വണ്ടികൾ എടുത്തിട്ടുള്ളൂ യാർഡില്. അപ്പൊ നമുക്ക് നാളെ അതിന്റെ ബാക്കി വണ്ടികളൊക്കെ ചെയ്യാം, വീഡിയോയിൽ കാണാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരിന്ന് 5 കിലോമീറ്റർ, മലപ്പുറത്തുനിന്ന് 5 കിലോമീറ്റർ, ആനക്കൻ സൗദിപ്പടി എന്നാ പറയാ. മലപ്പുറം മോട്ടോഴ്സ് ആണ് കടലിന്റെ പേര് വരുന്നത്. അപ്പൊ ഒരു 2-3-4 നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലൊക്കേഷന് കാറ്റലോഗും ഒക്കെ തരും. അപ്പൊ കാറ്റലോഗിലൊക്കെ ചിലപ്പോൾ ചിലവരും ഫുള്ള് വണ്ടിയില്ല, ചിലപ്പോൾ ചില വണ്ടികളൊക്കെ കയറ്റാണ്ടാവും ഇതില്. അപ്പൊ നിങ്ങൾ ഏത് വണ്ടിയാ വീഡിയോയിൽ കാണുന്ന വെച്ചെങ്കിൽ അത് വിളിച്ചോളി. അതിന്റെ വീഡിയോ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വിട്ടുതരും കേട്ടോ. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാളെയും മറ്റന്നാളൊക്കെ പുതിയ വണ്ടി വരുന്നതൊക്കെ നിങ്ങൾക്ക് നാളെ WRV കയറാണ്ട്, അതേപോലെ തന്നെ കുറെ ഓട്ടോമാറ്റിക് വണ്ടി ഒക്കെ കയറാണ്ട്. അപ്പൊ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷന് കാറ്റലോഗൊക്കെ തരും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ.